ഓം നമോ നാരായണായ നമ. ഓം നമോ വാസുദേവായ നമ. അപ്പം വാസു വാസു എന്താണ് വാസു? ജീവൻ, ദൈവീകമായിട്ടുള്ള ജീവൻ, ജീവിതം. അങ്ങനെയുള്ള ശുഭഗ്രഹം ജൂപ്പിറ്റർ, ഗുരു, ദേവഗുരു ബൃഹസ്പതി ഈ വരുന്ന മെയ് 2025 14 തീയതി ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. ജൂപ്പിറ്റർ, ഗുരു ശുഭഗ്രഹമായതിനാൽ ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള അറിവ്, അതുപോലെ അനുകമ്പ, ആർദ്രത, സ്നേഹം, കരുണ, എന്തുകൊണ്ടും ശുഭം. അതാണല്ലോ മഹാവിഷ്ണു. തീർച്ചയായിട്ടും ആരുടെയും ജാതകത്തിൽ ജ്യോതിഷമനുസരിച്ച് ജൂപ്പിറ്ററിൻ്റെ മറ്റൊരു രാശിയിലേക്കുള്ള രംഗപ്രവേശം നല്ലതായിട്ട്, നന്മയായിട്ട് മാറ്റാം. എങ്ങനെ തന്നെ ആയിരുന്നാലും ശരി തന്നെ, എന്തുകൊണ്ടും ശുഭം ആണ് ജൂപ്പിറ്റർ. ഗുരുവാണ്. തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. അതാണ് വിവേകം, അറിവ്, വിസ്ഡം. ബൃഹസ്പതി, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി വേദിക് ആസ്ട്രോളജി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള താര. ആരാണ് താര? താരകങ്ങൾ, നക്ഷത്രങ്ങൾ. അപ്പോൾ നമ്മുടെ ഹൃദയം, സ്നേഹം, ഹൃദയാരോഗ്യം, നമ്മുടെ ഹാർട്ട് ചക്ര വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ യോഗയിൽ, യോഗാശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ഷഡാധര തത്വത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഹൃദയം, ഹാർട്ട് ചക്ര, അനാഹതം വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യാഴമാറ്റം വളരെ പ്രാധാന്യമാണ്. ഈ ശനി മാറ്റം പോലെ വ്യാഴൻ്റെ മാറ്റവും വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഒത്തിരി ശുഭകരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. കാരണം ദൈവീകമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം, അതാണ് ഡിവൈൻ ലൈഫ്, വാസുദേവം. ഇപ്പം നമ്മളെല്ലാം വസുദൈവ കുടുംബകം എന്നല്ലേ, വൺ വേൾഡ് ഫാമിലി. ആ ഒരു തിങ്കിങ് എല്ലാവർക്കും, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മനസ്ഥിതി. അപ്പോൾ അതുകൊണ്ട് മറ്റൊരാൾക്കുണ്ടാകുന്ന സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, മറ്റൊരാൾക്കുണ്ടാകുന്ന ദുഃഖം കൊണ്ട് നിങ്ങൾക്ക് നേടാനൊന്നുമില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അതാണ് ഈ വ്യാഴം, ഗുരു കടാക്ഷം. അതുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, നല്ലതുണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ എന്ന മനോഭാവം, എന്ന മനസ്ഥിതി, എന്ന ശുഭ കാഴ്ചപ്പാട് ആയിരുന്നാൽ മതി. എല്ലാ അനുഗ്രഹങ്ങളും, വികാസം, വികസനം, അതാണല്ലോ ഗുരു, ജൂപ്പിറ്റർ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആരോടും ഒരു പകയും വിദ്വേഷവും പ്രതികാരവും ഉണ്ടാവരുത്. അങ്ങനെയുള്ള ചിന്ത പോലും മനസ്സിൽ ഉടലെടുക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് ജാതകത്തിൽ, ജ്യോതിഷത്തിൽ വ്യാഴൻ്റെ മാറ്റം ദോഷമായി നിൽക്കുന്നവർക്ക് ദുഷിച്ച ഫലങ്ങൾ ലഭിക്കുക.
അല്ലെങ്കിൽ നന്മ മാത്രം, നല്ലത് മാത്രം. ഓം നമോ നാരായണായ നമ. ഓം നമോ ഭഗവതി വാസുദേവായ നമ. അപ്പം അതുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം, വൺ വേൾഡ് ഫാമിലി. എല്ലാവർക്കും നല്ലതും നന്മയും ഉണ്ടാകട്ടെ. ഈ ചിന്ത ഉണ്ടായിരുന്നാൽ എല്ലാവർക്കും നല്ലത് മാത്രം വരുന്നു. അതുകൊണ്ട് നിങ്ങളാരും തന്നെ വ്യാഴമാറ്റം ശുഭകരമായി മാത്രം കണ്ടാൽ മതി. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്സും ആരെന്ത് വീഡിയോ ഇട്ടാലും നിങ്ങളതൊന്നും വകവയ്ക്കേണ്ട. മനസ്സിൽ നന്മയുണ്ടായിരുന്നാൽ മതി. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ, നല്ലത് മാത്രം സംഭവിക്കുന്നു.